ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇപ്പോൾ സമയം രാത്രി ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഇന്ന് ഞാൻ കേട്ടൊരു ന്യൂസ്, ഞാൻ പൊതുവെ സോഷ്യൽ റിയാക്ഷൻസോ പബ്ലിക് റിയാക്ഷൻസോ ഒന്നും ചെയ്യാറില്ല. കാരണം വളരെ കുറച്ച് ഇഷ്യൂസിലേ ഞാൻ ചെയ്യാറുള്ളൂ. മെയിൻ തിങ് ഇസ് ദാറ്റ് ഇസ് ജസ്റ്റ് ന്യൂസ് വാല്യൂ. മിക്ക പബ്ലിക് റിയാക്ഷൻസ് ആർ ജസ്റ്റ് ന്യൂസ് വാല്യൂ. അത്യാവശ്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് റിയാക്ഷൻസ് ഒക്കെ വേണം, പക്ഷേ അതുകൊണ്ട് നത്തിങ് ഇറ്റ് ഡസൻ ബ്രിങ് അബൌട്ട് എ ചേഞ്ച്. പക്ഷേ ഈ കാര്യം ഞാൻ അഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഐ പേഴ്സണലി ഫീൽ എവ്രി വൺ ഓഫ് അസ് ക്യാൻ മേക്ക് എ ചേഞ്ച് ഇൻ ദിസ്. ഒരാൾ ചെയ്താൽ പോലും അത് ഒരു ചേഞ്ച് ആയിട്ട് തന്നെ വരും എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് വെരി ക്ലോസ് ടു മീ. കാരണം നമുക്ക് അറിയാവുന്ന ഒരു സർക്കിളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സോ ഇൻ ദ സെൻസ് എത്ര പേര് അറിഞ്ഞു കാണുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ 2 മണിയായി. സോ ഇന്നലെ നടന്നൊരു ഇവൻ്റാണെന്ന് തോന്നുന്നു. ഇതിൽ ഞാൻ വെളിയിൽ കറക്റ്റായിട്ട് പേരും പറയില്ല, അതിൻ്റെ എക്സ്ട്രീം ഡീറ്റെയിലേക്ക് പോവില്ല. കാരണം നത്തിങ് ഇസ് ആസ് ഓഫ് നൗ എന്താ പറയുന്നത് പ്രൂവ്ഡ് ആസ് ഓഫ് നൗ. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യവും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യവും പിന്നെ ഞാൻ ഈ സർക്കിളിന് അറിഞ്ഞ കാര്യം വെച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരു കുട്ടി 15-year-old ആണ്, ഞാൻ പേര് പറയുന്നില്ല, ബോയ് ആണ്. 15-year-old ബോയ് ഹൂ സപ്പോസിഡ്ലി ഡാർക്ക് സ്കിൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് കേൾക്കുക, ഡാർക്ക് സ്കിൻഡ് എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ള കുട്ടിയാണ്. ആ കുട്ടി സ്കൂളിൽ നിന്ന് ഹാപ്പിയായി വന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു 2:30-ക്കാണ് എത്തിയത്. 3:30 ആകുമ്പോൾ 26-ാം നില, ഫ്ലാറ്റിലെ 26-ാം നിലയിൽ നിന്ന് എടുത്ത് ചാടി. 15 years ആണ്, 15 years ആയിട്ടുള്ള കുട്ടി. സോ ഐ തിങ്ക് സോ വിൽ ബി ഇൻ മേ ബി 9th standard ആയിരിക്കും. ഇറ്റ് ഇസ് സോ അൺഫോർച്ചുനേറ്റ്. ആൻഡ് ദ റീസൺ ഫോർ ദാറ്റ് നമ്മളെല്ലാവരും ഗസ് ചെയ്ത പോലെ ബുള്ളിങ് ആണ്. ഈ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ അല്ലെങ്കിൽ ഈവൻ കുറച്ച് ആൾക്കാർ വേറൊരാളെ ആക്രമിക്കുന്ന രീതിയിലുള്ള, അത് ഫിസിക്കലി ആവാം, വേർബലി ആവാം, ഇമോഷണലി ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം, ആ ഒരു ആക്ടിനെയാണ് ബുള്ളിങ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ ഈ കുട്ടി മരിച്ചത് ബുള്ളിങ് എന്നാണ് പാരൻസിന് മനസ്സിലായി. കാരണം ഹാപ്പി ആയിട്ട് വന്ന ഒരു കുട്ടി നേരിട്ട് ഒരു മണിക്കൂറിൽ അങ്ങനത്തെ ഒരു ഡിസിഷൻ ഒരിക്കലും എടുക്കില്ല. ആൻഡ് ആ പാരൻസ്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ആ പാരൻസ് ആ കുട്ടി, എനിക്കൊന്ന് സോഷ്യൽ മീഡിയ വാട്സാപ്പോ എങ്ങനെയാണെന്നറിയില്ല, അത് സ്ക്രീൻ ചെയ്തപ്പോൾ ഐ തിങ്ക് സോ ഇറ്റ്സ് ഇൻസ്റ്റഗ്രാം, കാരണം അതിൻ്റെ സ്ക്രീൻഷോട്ട് വരെ ലീക്ക് ആയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടെ കിട്ടിയ സ്ക്രീൻഷോട്ട്സും കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ആ കുട്ടി വാസ് റാഗ്ഡ് ആൻഡ് ഹറാസ്ഡ് സോ ബാഡ്ലി ഇൻ എ സ്കൂൾ. ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ വെച്ച് ഇത്രയും ബാഡായിട്ടാണ് ഹറാസ് ആയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഹറാസ്മെൻറ്റ്സ് ഒക്കെ ഒബ്വിയസ്ലി നമുക്ക് അറിയാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുവിധം അറിയാം. ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ ഉള്ള എല്ലാവരും ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിൽ കൂടെ പോയിരിക്കുന്നതായിരിക്കും. അത് നമുക്കൊരു പരിധി വരെ, ഇന്നത്തെ കാലമൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം. അത് ചെറിയ കുട്ടികളാണെങ്കിലും, ചെറിയ കുട്ടികളെ നമ്മൾ കൊടുക്കുന്ന ഞാൻ പറയുന്ന ഒരു ടീൻസ് തൊട്ടാണെങ്കിലും ദേ ലേൺ ടു ഇഗ്നോർ ഇറ്റ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്, കമ്പയർഡ് ടു ഏർലിയർ സ്റ്റേജസ്. പണ്ട് നമ്മൾ ഭയങ്കര പേഴ്സണലി എടുക്കും, ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ആ പറയുന്ന ആൾക്കാർക്ക് മുഖമില്ല, അൺനോൺ ആണ്. പക്ഷേ നമ്മൾ പഠിക്കുന്ന നമ്മുടെ കൂടെയുള്ള, അതിപ്പം സ്കൂളിലാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും നമുക്ക് പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അറിയാവുന്നവർ നമ്മളെ ബുള്ളി ചെയ്യുന്നത് നമുക്ക് ഒരു പരിധിക്ക് മുകളിൽ ഒരിക്കലും, അത് അഡൽട്ട് ആണെങ്കിലും കിഡ് ആണെങ്കിലും താങ്ങാൻ പറ്റില്ല. ദാറ്റ്സ് എ ഫാക്ട്. എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും വളരെ കുറച്ച് പേരെ അതിൽ ചിലപ്പോൾ ഓവർകം ചെയ്ത് വരുള്ളൂ. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിവിയറിറ്റി, എത്ര ഇൻറ്റൻസ് ആയിട്ടാണ് ബുള്ളിങ് നടക്കുന്നതെന്ന്. സോ ഈ കുട്ടീനെ ചെയ്ത 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പാരൻസിൻ്റെ കംപ്ലയിൻറ്റിലുള്ളതാണ്. സോ അതിൽ ഒന്ന്, ബാത്റൂമിൽ കൊണ്ടുപോയിട്ട്, ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതൊക്കെ ബാത്റൂമിൽ കാര്യം പറയാം, ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ടോയ്ലറ്റ് റിമ്മില്ലേ, കമോഡ് സീറ്റ്, അത് നക്കിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്, അത് നക്കിപ്പിച്ചു. നമ്മൾ ഏറ്റവും ക്രൂരത എന്ന് പറഞ്ഞ സിനിമയിലെ പോലീസുകാർ പോലും കാണിക്കാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. സെക്കൻഡ്ലി, ആ കുട്ടിയുടെ തല ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്തു എന്നാണ് പാരൻസ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി ആ പാരൻസ് തന്നെ എവിഡൻസ് കാണും, അവർക്ക് എവിഡൻസ് ഉണ്ട്, അത് കാണിക്കാമെന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അവരെല്ലാ രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ്, സ്കൂളിനാണെങ്കിലും അതുപോലെ തന്നെ പോലീസിനാണെങ്കിലും എനിക്കൊന്ന് ചൈൽഡ് വെൽഫെയറിനാണെങ്കിലും ഒക്കെ കംപ്ലയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടി മരിച്ചിട്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ തംബ്നെയിലാക്കി വെച്ചിരിക്കുന്നത്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം
മരിച്ച് ആ ഫ്രണ്ട്സ് തമ്മിലുള്ള വേറെ ഏതെങ്കിലും ബുള്ളീസ് ആയിരിക്കും, ആ ബുള്ളി ചെയ്ത 2-3 ഫ്രണ്ട്സ് ആയിരിക്കും, ഉള്ള ഒരു കമൻറ്റാണ്, ഓ അവൻ ചത്തോ, ദാറ്റ് നിഗർ ഡൈഡ്ന്ന്. നിഗർ എന്ന് പറയുന്ന പണ്ടത്തെ കാലത്തെ ബ്ലാക്ക് അമേരിക്കൻ സ്ലേവ്സിനെ പറയുന്ന ഒരു 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 വളരെ ബാഡ് ടേമാണ്. വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ വേണമെങ്കിൽ ജയിലിൽ വരെ പിടിച്ചോളാം, റൈറ്റ് കാണാം, അറ്റ്ലീസ്റ്റ് അടികൊള്ളും ബ്ലാക്സിനൊക്കെ അങ്ങനെ വിളിച്ച, ആഫ്രിക്കൻ അമേരിക്കൻ അങ്ങനെ വിളിച്ച. സോ ആ ലെവലിലുള്ള സംസാരങ്ങളാണ് ഈ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഇത് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഇവന് ഈ പയ്യനെ അറിയാവുന്നവർക്ക് ഒരു എന്താ പറയുന്ന ഒരു റിഗ്രറ്റോ ഒരു ഇമോഷണൽ ട്രോമയോ ഒന്നുമില്ല. ഒന്ന് അപ്പോൾ ഐ എം ജസ്റ്റ് തിങ്കിങ് ഒന്ന് ഹൗ ബാഡ് ദ സൊസൈറ്റി ഹസ് ബിക്കം. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഇത് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്കൂൾസിൽ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇൻ ദ സെൻസ് ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുന്ന കഷ്ടപ്പെട്ട് ഫീസ് അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളോ അങ്ങനത്തെ ഒന്നുമല്ല, ഫോർ ഗവൺമെൻറ് സ്കൂൾസ് ഒന്നുമല്ല. വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് വളരെ അത്യാവശ്യം വിവരം അല്ലെങ്കിൽ നമ്മൾ പ്രസ്യൂം ചെയ്യുന്നത് വളരെ വിവരവും വിവേകവുമായിട്ട് പെരുമാറുന്ന കുട്ടികൾ, ക്ലാസ് ആൻഡ് കൾച്ചർ എന്നൊക്കെ സൊസൈറ്റിയുടെ മുമ്പിൽ കാണിക്കുന്ന കുട്ടികളാണ് ഇത്രയും തരം താന്ന രീതിയിൽ പെരുമാറുന്നത്. ബുള്ളിങ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ബുള്ളി ചെയ്ത കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് അതൊരു ജോക്കാണ്. എന്നിട്ട് മരിച്ചവൻ പയ്യനെ ഇൻസൾട്ട് ചെയ്ത് പിന്നെ സംസാരിച്ച് ആഘോഷിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷനിൽ വരെയാണ് നമ്മുടെ കേരളത്തിലെ പ്രിവിലേജ് സ്കൂൾസ് എത്തിയിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത്രയും കാര്യങ്ങൾ അറിയുള്ളൂ. ഞാൻ കേട്ടത് വെച്ച് ഈ കുട്ടി 100% ബുള്ളീഡ് തന്നെയാണ്, ആൻഡ് ദാറ്റ് ഈസ് ദ ഫാക്ട്. സോ ഇതിലിപ്പോൾ ഞാൻ ഈ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ മേ സോൾ റെസ്റ്റ് ഇൻ പീസ് ആൻഡ് ലെറ്റ് ഹിസ് പാരൻസ്. ഞാൻ ഒരു പാരൻ്റ് ആയതുകൊണ്ട് നമുക്കിത് അറിയാൻ പറ്റും ഇത് എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ ഉള്ളത്, എന്തായിരിക്കും ഇമോഷൻ എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞത് ആ പാരൻസിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ലോസാണ്, ബട്ട് മേ ഗോഡ് ഗിവ് ദം സ്ട്രെങ്ത് എന്ന് മാത്രം പറഞ്ഞ് ഈ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് അവസാനിപ്പിക്കാം. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഇന്നത്തെ കാലത്ത് യുനോ ബ്ലാക്ക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് സ്കിന്നായ കുട്ടിക്ക് ഇത്രയും ഹറാസ്മെൻറ്റ് നേരിടേണ്ടി വന്ന ബേസ്ഡ് ഓൺ സ്കിൻ കളർ, വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഈവൻ ബേസ്ഡ് ഓൺ സ്കിൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺഇമാജിനബിൾ. അറ്റ്ലീസ്റ്റ് ഞാനൊക്കെ അതാണ്, കാരണം അത് പറഞ്ഞതിന് ഇമോഷണലാവും. സോ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, ഇത് നമ്മുടെ കുട്ടികൾക്കും സംഭവിക്കാം. വളരെ വളരെ കോമൺ ആണ്. നമ്മൾ അത് ഇഗ്നോർ ചെയ്യരുത്. ആസ് എ പാരൻറ്റ് നമ്മൾ വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്, ഗതികേടാണ്. നമ്മുടെ പാരൻസിന് സാധാരണ എന്താ, നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ, കുട്ടികളെ പഠിപ്പിക്കണം, ആ ഒരു കാര്യങ്ങളിലേക്കല്ല ഫോക്കസ്, നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ. ഇത് നമ്മുടെ കുട്ടി സ്കൂളിൽ വരെ സേഫ് ആണോ എന്നുള്ള ഒരു ആലോചന വരെ വേണ്ടി വരും. ആൻഡ് ഞാൻ കോളേജ് കാര്യത്തിലേക്ക് പോകുന്നില്ല, കാരണം കോളേജിലെ ബുള്ളിങ്ങും റാഗിങ് ഒക്കെ അറ്റ്ലീസ്റ്റ് അസോസിയേഷനും എന്തോ റാഗിങ്, ആൻറ്റി റാഗിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കോളേജസിലുണ്ട്, എന്നാൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നില്ല, അത് പീപ്പിൾ നോ ഇറ്റ് എ ലോട്ട്. ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾ അറ്റ്ലീസ്റ്റ് ഒരു ഐ തിങ്ക് സോ ഫ്രം UKG ഞാൻ എന്താ പറയാം, സ്കൂളിലും ബുള്ളിങ് വളരെ കോമൺ ആണ്. കാരണം ആസ് പെർ ഡേറ്റ ടൈംസ് ഓഫ് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു, ഞാനിപ്പോൾ ഇത് വന്നപ്പോൾ കുറച്ച് ചെക്ക് ചെയ്തതാണ്. ബിക്കോസ് ഐ തോട്ട് ഇറ്റ്സ് നോട്ട് എ കോമൺ, ഇതൊരു അൺകോമൺ അല്ലെങ്കിൽ വൺസ് ഇൻ എന്നോ ഒരു ഡെക്കേഡ് നടക്കുന്ന ഒരു ഇവൻ്റാണ് സ്കൂളിലെ ബുള്ളിങ് കാരണം സൂസൈഡ്. പക്ഷേ 42% ഓഫ് 4th സ്റ്റാൻഡേർഡ് ടു 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ, 42% അവർ സാമ്പിളിങ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ 42% ഓഫ് ദി സ്റ്റുഡൻസ് കുട്ടികൾ ബുള്ളീഡാണ്. 42%, അത് 4 to 8, ആൻഡ് 8 to 12ലെ 36% സ്റ്റുഡൻസ് ബുള്ളീഡാണ്. സോ ദർ ആർ ഹൈ ചാൻസ്. ഇത് ഞാൻ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യമേ അല്ല പറയുന്നത്, അത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത് സ്കൂളിൽ വെച്ച് നടക്കുന്ന പേഴ്സണൽ ബുള്ളിങ് ആണ്. ഓക്കെ, സോ നമ്മൾ ആസ് എ പാരൻറ്റ് ഐ തിങ്ക് സോ വി ഹാവ് ടു ബി വെരി വിജിലൻറ്റ് അബൌട്ട് അവർ ചൈൽഡ്, അവരുടെ സ്കൂളിൻ്റെ സേഫ്റ്റിയും അതുപോലെ തന്നെ ഡെയിലി അവർ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് തരാണ്, ബിക്കോസ് ഓബ്വിയസ്ലി ഐ എം നോട്ട് എ സൈക്കോളജിസ്റ്റ്, ഐ എം നോട്ട് എ കൗൺസിലർ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടിപ്പും വിവരമുള്ളവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞിരിക്കുവാണ്. സോ ദാറ്റ് ആസ് എ പാരൻറ്റ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻഫോംഡ് ആകും. കാരണം എനിക്കൊന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് അത് വളരെ ഈസി ആയിട്ട് എടുക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല നമ്മുടെ മോന് അല്ലെങ്കിൽ മോൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും, അവർ ബുള്ളീഡ് ആണ്. കാരണം അത് അത്ര ഈസി ഡിറ്റക്റ്റബിൾ അല്ല, അതാണ് ഒരു വലിയൊരു വിഷയം. അത്രയും ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയില്ലേ, എല്ലാവരും ഡിപ്രഷനിലുള്ളവർ കരഞ്ഞുകൊണ്ടിരിക്കുമോ, ഐസൊലേറ്റ് ചെയ്ത് സൊസൈറ്റിയിൽ നിന്ന് ഇരിക്കുമോ, അല്ല അങ്ങനത്തെ വരെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമോ. ചിരിച്ചുകൊണ്ടിരിക്കുന്നവരും ചിലപ്പോൾ ഡിപ്രഷനിലായിരിക്കും. ഏറ്റവും ഹാപ്പി ആയിട്ട്
പുറത്ത് പ്രൊട്രേ ചെയ്ത് പാർട്ടിയും ചെയ്ത് ലൈഫ് അടിച്ചു പൊളിച്ച് കാണിക്കുന്നവരായിരിക്കും നാളെ സൂസൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് വെരി ഈസി ടു ഡിറ്റക്ട്. ആൻഡ് നമ്മുടെ ഈ ഇന്നത്തെ കാലത്ത് ഡിപ്രഷനും മെൻ്റൽ ഇൽനെസ്സും വളരെ റാമ്പൻ്റെ പോകുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഗ്നോർ ചെയ്ത് അല്ലെങ്കിൽ അയ്യേ ഇതാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഇതാണോ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് കളയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദാറ്റ്സ് അനദർ ടോപ്പിക്. സെയിം തിങ് ലൈക്ക് ദാറ്റ്. അതാണ് ബുള്ളിങ്. കാരണം ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രോമ ദിൽ ക്യാരി ഇറ്റ് ഫോർ എവർ. അവർ മരിക്കുന്നവരെ ആ കുട്ടികളെ ട്രോമ കൊണ്ടുപോകും. സോ ജസ്റ്റ് കുറച്ച് ടിപ്സാണ് അത്. കുറച്ച് നമ്മുടെ ബുള്ളിങ് ആക്ച്വലി 3 സ്റ്റേജായിട്ടാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് കുട്ടികൾക്ക്. സോ ഫസ്റ്റ്ലി നമ്മുടെ ഒരു എൽ കെ ജി തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ. അപ്പം നമ്മൾ എപ്പോഴും അവരായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കരുത് നിങ്ങൾ ആരെങ്കിലും ഇടിച്ച് എന്ത് പറ്റി ഇത് പറ്റിയെന്ന്. പക്ഷെ നമ്മൾ അവരുടെ സ്കൂളിൽ നടക്കുന്ന വിവരം അവരുടെ കയ്യിൽ നിന്ന് തന്നെ അറിയാൻ 100% നോക്കണം. അതിൽ പിന്നെ കുറച്ച് സയൻസ് ഉണ്ട്. ഈ സൈക്കോളജിസ്റ്റ് ഒരു ചിൽഡ്രൻ സ്റ്റഡി നടത്തിയിട്ട് കുറച്ച് സയൻസ് ഉണ്ട്. ഇത് നിങ്ങളിപ്പോൾ വെറുതെ കൗതുകത്തെ കേട്ട് പോവുമായിരിക്കും, പക്ഷേ പ്ലീസ് ഡു നോട്ട് ഇറ്റ്. കാരണം ഇത് വളരെ റാമ്പൻ്റ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് സംഭവിക്കാം. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കുട്ടിയുണ്ടെങ്കിൽ അതിൽ ഏകദേശം 50,000 കുട്ടികൾ ഇതിൽ കൂടെ പോകുന്നുണ്ട്, ബുള്ളിങ്ങിൽ കൂടെ. അത് വളരെ ഇൻറ്റൻസ് ആയിരിക്കാം, വളരെ നോർമൽ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിരിക്കാം. അപ്പോൾ അതിൽ ഈ കുട്ടികളുടെ മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്രഷൻ ടു പേഴ്സണൽ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്. ഫസ്റ്റ് വൺ ഈ ചെറിയ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. LKG to 4th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഫോർ എക്സാമ്പിൾ ഒരു ആൽഫബറ്റ് എഴുതി അവർ കറക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്നു. അതിലേക്ക് ചെയ്യാൻ അവർ നേരത്തെ അച്ചീവ് ചെയ്ത മൈൽ സ്റ്റോൺസിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്നു. ഇതൊരു സൈനാണ്. പിന്നെ ഓബിയസ്ലി ചേഞ്ച് ഇൻ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്. അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫുഡിനോട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നേരത്തെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്കുന്ന ടൈം അവർക്ക് ഒരു ഫുഡ് പാറ്റേൺ കാണുമല്ലോ, അതിൽ നിന്നൊരു വ്യത്യാസം വരുന്നു. ഇതൊക്കെ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഫിസിക്കൽ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്. പക്ഷേ ഇത് ഓൾവേസ് മൈൻഡിൽ എപ്പോഴും വെക്കും ഇതൊരു പോസിബിലിറ്റി ആണ്. പിന്നെ പെട്ടെന്ന് ഞെട്ടുന്നു, പേടിയാവുന്നു, ഫിയർഫുൾനെസ് ഉണ്ട്. വയറുവേനയും ഹെഡ് ഏക്സും വയറുവേനയും തലവേനയും വരെ ഇതിൻ്റെ കോസ് ആവാൻ സാധ്യതയുണ്ട് ബുള്ളിങ്ങിൻ്റെ. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഇഞ്ചുറീസ്. ഓബിയസ്ലി അവർ വീണു എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മുടെ കുട്ടികളെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. അത് എസ്പെഷ്യലി കുളിപ്പിക്കുമ്പോൾ എന്താണെങ്കിലും ഡെയിലി ചെക്ക് ചെയ്യണം. ഇത് കാരണം അതൊക്കെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇഗ്നോർ ചെയ്ത് പോകുന്നതാണ്. ആൻഡ് കുട്ടികൾ ഇപ്പോൾ പേടിച്ചത് കള്ളം പറയും, പക്ഷേ വി ഹാവ് ടു ട്രൈ ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, സോ അൺഎക്സ്പ്ലെയിൻഡ് ഇഞ്ചുറീസ് ഉണ്ട്. പിന്നെ സ്കൂൾ അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട് സ്കൂൾ അവോയ്ഡ് ചെയ്യുന്നുള്ളത്. പിന്നെ സാധനങ്ങൾ മോഷണം പോകുന്നുണ്ട്. ഈ കുട്ടികളുടെ പെൻസിൽ ബോക്സ്, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല, ലഞ്ച് ബോക്സ്, പെന്ന്, പെൻസിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ സൈൻ ഓഫ് ബുള്ളിങ്. അത് 4th തൊട്ട് LKG തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ. 4th തൊട്ട് 8th വരെ ഉള്ളതിനാണ് പഠിത്തം ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നു. അത്യാവശ്യം നോർമലായി പോകുന്ന കുട്ടിയോ അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് ഓരോ ലെവൽ കാണുമല്ലോ, അതിൽ നിന്ന് താഴത്തേക്ക് പെട്ടെന്ന് പോകുന്നു ഫോർ നോ റീസൺ. 1. പിന്നെ കുട്ടിക്ക് ഫ്രണ്ട്സ് ഇല്ല, സോഷ്യൽ ഐസൊലേറ്റഡ് ആവുന്നു. സ്കൂളിലെ ഇവൻറ്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പോകാൻ താല്പര്യം കാണിക്കുന്നില്ല, പിക്നിക്കിന് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല, ഒന്നുമില്ല. ഇൻട്രോവേർട്ട് ആവാം, പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു കോസും ആവാം. പിന്നെ ഉള്ളത് പ്രീവിയസ്ലി ആ കുട്ടി എന്തൊക്കെയാണോ എൻജോയ് ചെയ്തത് അതിൽ നിന്നൊക്കെ പിന്മാറി പോന്നു. പിന്നെ ഉറങ്ങാൻ പറ്റാത്തത്. സോ അത് 4 to 8. പക്ഷേ ഇനിയുള്ള കാറ്റഗറിയാണ് ഏറ്റവും പാട്. 8 to 12th വരെ ഉള്ള ഒരു കാറ്റഗറി. കോളേജിലേക്ക് ഞാൻ പോകുന്നില്ല. 8 to 12th വരെയുള്ള കാറ്റഗറി പാരൻസിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ കൺഫൈഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇവരുടെ കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്കൊരു ഓപ്പൺ കോൺവെർസേഷനും അവരായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഒരു ട്രസ്റ്റഡ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർ വഴിയും ഈ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും പാടുള്ള ഒരു കാറ്റഗറി ഈ 8th സ്റ്റാൻഡേർഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെയുള്ള ഒരു കാറ്റഗറി കുട്ടികളാണ്. സോ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ റാമ്പൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് കുറച്ച് ഫോറംസ് ഒക്കെ തുറന്നു നോക്കിയപ്പോൾ ഈ കുട്ടികൾ സംസാരിക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഞാൻ വിചാരിച്ചു കോളേജസിലും അതിൻ്റെ മുകളിലുള്ള മെഡിക്കൽ കോളേജിലും ആ കോളേജിലൊക്കെയാണ് ഇത് നടക്കുന്നതെന്ന്. പക്ഷേ സ്കൂളിൽ നടക്കുന്ന ഹറാസ്മെൻറ്റ്സിന് ഓരോരുത്തരുടെ എൻകൗണ്ടേഴ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി. ബുള്ളിങ് ഇൻ കേരള എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫോറംസിൽ, റെഡിറ്റിലും അങ്ങനത്തെ കുറേ ഫോറംസിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് അന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ വളരെ കോമൺ ആണ് നടക്കുന്നുണ്ടെന്ന്. ആൻഡ് ഇറ്റ് ക്യാൻ ഗിവ് എൻ എവർ ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഓൺ അവർ കിഡ്.
സോ നമ്മൾ ഒരിക്കലും ഈ ഒരു എന്താ ഒരു കുട്ടി ഇങ്ങനത്തെ ഒരു കാര്യമെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പ്ലീസ് ഡു നോട്ട് ടേക്ക് ഇറ്റ് ലൈക്ലി. അവർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ആൻഡ് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കൂളിൻ്റെ ഡ്യൂട്ടിയാണ്. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടതും ഒരു കരുണയില്ലാതെ ഇതിന് എന്താ പറയുന്നത് ഒരു സൊല്യൂഷനും കണ്ടുപിടിക്കാനുള്ളത്. അത് ചിലപ്പം കറക്ഷനിൽ കൂടെ വാക്കിൽ കൂടെ അല്ലെങ്കിൽ കുറച്ച് വാർണിങ്ങിൽ കൂടെ ശരിയാക്കും. ഇല്ലെങ്കിൽ അത് ഉള്ള എത്ര സ്ട്രിക്റ്റ് ആക്ഷൻസ് അതിന് പോലീസ് ഇൻവോൾവ് ആവണമെങ്കിൽ അത് അവർ ഇൻവോൾവ് ആവണം, പാരൻസിനെ PTA എങ്ങനെയാണെങ്കിലും അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്കൂൾ മോണിറ്റർ ചെയ്യണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്കൂൾ ഡസൻ ഗിവ് ദാറ്റ് മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ടു ദിസ്. കാരണം ഇപ്പോൾ തന്നെ ആ പാരൻസ് പറയുന്നത് സ്കൂൾ ഇത് ഏത് സ്കൂളാണെന്ന് അവർ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ സ്കൂൾ ഇത് എന്താ പറയുന്നത് കുട്ടികളെ ഇവരെ സപ്പോർട്ട് ചെയ്ത കുട്ടികളെയൊക്കെ സൈലൻസ് ചെയ്യാൻ നോക്കുവാണ്, ഇത് ഒതുക്കി തീർക്കാൻ നോക്കുവാണ്, ഇന്ന ന്യൂസ് വെളി വരാതിരിക്കാൻ നോക്കുക എന്നുള്ള രീതിയിൽ. സോ ഇതിൽ ഏത് സ്കൂളാണെന്ന് എനിക്ക് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ 2 സ്കൂൾസ്. പക്ഷേ ഞാൻ വെളി പറയുന്നില്ല. ഇതെന്തായാലും ന്യൂസിലൊക്കെ പയ്യെ വരുമായിരിക്കും. കാരണം നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം നമ്മൾ പറയാൻ പാടില്ലല്ലോ. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെ 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 കെയർഫുള്ളായിട്ട് നമ്മുടെ കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല. ആൻഡ് ഇതിന് ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലിയും കൂടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തോന്നിയത്, പക്ഷേ അതിനൊരു സൊല്യൂഷനില്ല. ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തോന്നുന്നത് നോട്ട് സോഷ്യൽ മീഡിയ, ഈ ഡ്രാമ, K-pop അങ്ങനത്തെയൊക്കെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ കൊറിയൻ ഡ്രാമ സീരീസും കൊറിയയിലാണ് ഏറ്റവും കൂടുതൽ ഹൈസ്കൂൾ സീരീസും അങ്ങനത്തെയൊക്കെ വരുന്നത്. അതിലുള്ള ഒരു ഭൂരിപക്ഷം നമ്മുടെ ഈ അമ്മായിയമ്മ മരുമോൾ സീരിയൽ പ്രശ്നങ്ങളും ബിഗ് ബോസിലുള്ള ഫൈറ്റ്സും ഇല്ലേ, വിച്ച് ലോട്ട് ഓഫ് പീപ്പിൾ കൺസ്യൂം. ആ സെയിം തിങ് ആണ് ഇന്നത്തെ കൊറിയൻ ഡ്രാമയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ബുള്ളീസ് വരുന്നു, അവരുടെ ബുള്ളിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ വയലൻസ്, ഈ സംഭവങ്ങളൊക്കെ അവരുടെ ബുള്ളിങ്ങിലുണ്ട്. അത് ഒരുപാട് നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ ബ്ലെയിം ചെയ്ത് കാര്യമില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി ആൻഡ് അവരെന്ത് കാണും അങ്ങല്ലെങ്കിൽ എന്ത് കാണരുതെന്നൊന്നും എനിക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല. പക്ഷേ ഇതൊരു വളരെ 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 വലിയ ഇൻഫ്ലുവൻസ് ആണ്. കാരണം അത്രയും കോമൺ ആണ് ഈ കൊറിയൻ ഡ്രാമാസ് എന്നൊക്കെ പറയുന്നത്, ഈ ഒരു കാര്യങ്ങൾ കൊറിയൻ ഡ്രാമാസിൽ, സ്കൂൾ ഡ്രാമാസിൽ എസ്പെഷ്യലി. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ എം ജസ്റ്റ് ഫിനിഷിങ് ദിസ് വീഡിയോ. എനിക്ക് കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഉണ്ട്, പക്ഷേ ഇത് കേട്ടപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. നമുക്കൊരു കുട്ടിയുണ്ട് ആൻഡ് പേടിച്ചു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഐ തോട്ട് സ്കൂൾ ഇസ് എ സേഫ് പ്ലേസ്, എസ്പെഷ്യലി പൈസ കൊടുത്ത് എന്താ നല്ല സ്കൂളിൽ വിടുമ്പോൾ അത്രയും കൂടുതൽ സേഫ് ആയിരിക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ ഇത്രയും നല്ല സ്കൂൾസ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഫോറത്തിൽ ഞാൻ കേട്ടിരിക്കുന്നത് കുറച്ച് അവർ എഴുതിയിരിക്കുന്നത് ഈ ഗ്രാമത്തിലുള്ള സാധാരണ സ്കൂളില്ലേ, വേർ ഓൾമോസ്റ്റ് ഓൾ ദ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ്, അവിടെ പഠിക്കുന്ന എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഒരേ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലും ഒരേ വേവ് ലെങ്ത്തിലുള്ളവരായിരിക്കുന്നു. അങ്ങനത്തെ സ്കൂളിൽ ബുള്ളിങ് വളരെ ഇടിയൊക്കെ ഉണ്ടാവും, തർക്കങ്ങൾ, ദാറ്റ് ഈസ് ഓക്കെ. തർക്കങ്ങൾ ഉണ്ടായാൽ ഒരു കുഴപ്പമില്ല, ഫിസിക്കൽ വയലൻസിലേക്ക് പോകാൻ പാടില്ല. എന്നാലും ആ തർക്കത്തിൽ ഒരു ഉന്തും തള്ളും ഉണ്ടായാൽ പോലും ഐ തിങ്ക് സോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ തർക്കങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ബുള്ളിങ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി അവരുടെ ഒരു ഹറാസ്മെൻറ്റ് നടക്കാറില്ല എന്നാണ് ആ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്. ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലുള്ള ഗവൺമെൻറ് സ്കൂളിലൊക്കെ പോയ കുട്ടികൾ പറഞ്ഞത്. സോ മേ ബി ഇറ്റ് ഈസ് ദാറ്റ് ഓൾസോ, ഈ പ്രിവിലേജ് കൊണ്ടുള്ള ഒരു സ്വഭാവം ആവാം. ആൻഡ് പാരൻസ് ആസ് എ പാരൻസ് വി ഹാവ് ടു ബി സ്ട്രിക്ട്ലി എഡ്യൂക്കേറ്റ്. നമ്മുടെ ബുള്ളി ആണെങ്കിലും നമ്മുടെ കുട്ടി ബുള്ളിയാണെന്ന് തോന്നിയാലും അത് നമ്മൾ എൻകറേജ് ചെയ്ത് വിടരുത്. അമ്മ ഞാൻ ഇന്ന് അവനെ രണ്ടു പിടിച്ച് ഉന്തി അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ തന്നെ അപ്പം അങ്ങനെ ഉന്തി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യണം. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മുടെ കുട്ടി ബുള്ളിയും ആവാൻ പാടില്ല, ബുള്ളി ചെയ്യപ്പെടാനും പാടില്ല. ഓക്കെ, സോ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ഒരു ചൈൽഡ് ഹെൽപ്പ് ലൈനും ഉണ്ട്. ഞാൻ എൻ്റെ നമ്പറും കൂടെ പറയാം. സോ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലി സംസാരിക്കാൻ പറ്റിയിട്ടും അവർ റിവീൽ ചെയ്യുന്നില്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകാൻ നോക്കുക. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ തന്നെ കൗൺസിലിങ്ങിനെ വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. പ്ലീസ് സീക്ക് ഹെൽപ്പ്. നമുക്ക് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ആൻഡ് ഓൾവേസ് ഫൈൻഡ് ടൈം ഫോർ എ ചൈൽഡ്. ഞാൻ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറും കൂടെ ഒന്ന് നോക്കിക്കോട്ടെ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 അത് എടുക്കുമെന്നൊന്നും അറിയില്ല, ഞാൻ വിളിച്ചു നോക്കിയില്ല. പക്ഷേ 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ. സോ പ്ലീസ് ഡു ബി വെരി കെയർഫുൾ, വെരി വിജിലൻറ്റ് ആൻഡ് ലെറ്റ്സ് ഓൾ പ്രേ ഫോർ ദ സോൾ ഓഫ് ദ ഡിസീസ് ചൈൽഡ്. ഓക്കെ, സോ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.